PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. പിന്നെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് ലൈവായിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ രാത്രി 10:30 എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് ലൈവ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ 2 ലൈവ്, 2 റെക്കോർഡഡ് സെഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. ക്ലാസ് കൂടാതെ അഡീഷണൽ നോട്ട്സും നമ്മൾ ടെലിഗ്രാം വഴി നൽകുന്നുണ്ട്. പിന്നെ PYQ നമ്മൾ ചെയ്യുന്നതിൻ്റെ PDF നമ്മൾ ടെലിഗ്രാം വഴി നൽകുന്നുണ്ട്. ഓരോ ദിവസവും എടുക്കുന്ന GK ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ പോള് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്, ടെലിഗ്രാമിൽ ചെയ്യുന്നുണ്ട്. സോ ടെലിഗ്രാം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ, ആദ്യമായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് തുടക്കം മുതൽ, അതായത് നമ്മൾ ടെലിഗ്രാമിൽ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞ് പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ മലയാളത്തിലെ ഒറ്റപ്പദം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നടക്കുന്ന ഏതൊരു പരീക്ഷ ആയാലും നമുക്ക് ചോദ്യപേപ്പർ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്, മുൻവർഷ ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ മുൻവർഷ ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം മലയാളത്തിൽ. അപ്പോൾ ഒറ്റപ്പദമാണെങ്കിലും നമുക്ക് നോക്കിയപ്പോൾ പണ്ട് തൊട്ടേ ചോദിക്കുന്ന കുറേ അധികം ഒറ്റപ്പദങ്ങൾ അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള 2021, 22, 23, 24 വർഷങ്ങളിലൊക്കെ ഒരേപോലെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അതല്ലാതെ വരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ ഇനിയും പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യത്തെ ചോദ്യം, ഒറ്റപ്പദം ആക്കുക. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന അർത്ഥത്തിൽ വരുന്ന ഒറ്റപ്പദം എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായ, അതിൻ്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്ന അർത്ഥം വരുന്നതാണ് സർവജനീയം. സർവജനീയം, നിങ്ങൾ ശരി ഉത്തരം മാത്രം പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാ ജനങ്ങൾക്കും ബാധകമായ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് സർവജനീയം. സർവജനീയം. ഓക്കെ, അടുത്ത ചോദ്യം, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. തന്നിരിക്കുന്നത് വ്യാകരണം അറിയാവുന്നവർക്കേ ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. അപ്പൊ വ്യാകരണം അറിയാവുന്നവർ എന്ന് പറയുന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. വ്യാകരണം അറിയാവുന്നവർ എന്നതിൻ്റെ ഒറ്റപ്പദം വൈയാകരൺ ആണ്. വ്യാകരണം അറിയാവുന്നവർ, എന്താണ് ഉത്തരം? വൈയാകരൺ. വൈയാകരൺ ആണ് കേട്ടോ. വ്യാകരണം അറിയാവുന്നവരെ എന്താണ് പറയുന്നത്? വൈയാകരണൻ എന്നാണ് പറയുന്നത്. വൈയാകരണൻ. ഓക്കെ, അടുത്ത ചോദ്യം, കൃഷിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം എഴുതാനാണ്. കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? കൃഷിയെ സംബന്ധിക്കുന്നത് ഓപ്ഷൻ A ആണ്, കാർഷികം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? കൃഷിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് കാർഷികം. കാർഷികം. നെക്സ്റ്റ്, അറിയാൻ ആഗ്രഹമുള്ള ആൾ. ഇതൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചതാണ്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ 2024 ചോദിച്ചതാണ്. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ഏത്? ജിജ്ഞാസു. ജിജ്ഞാസു. അറിയാൻ ആഗ്രഹമുള്ള ആളെ നമ്മൾ പറയുന്നതാണ് ജിജ്ഞാസു. അറിയാനുള്ള ആഗ്രഹത്തെ എന്താണെന്ന് പറയാ? ജിജ്ഞാസ എന്നാണ് പറയാ. അറിയാനുള്ള ആഗ്രഹം എന്നതിനെ ജിജ്ഞാസ എന്ന് പറയും അല്ലേ? അപ്പൊ നമ്മൾ ചില സെന്റൻസുകളിൽ നമ്മൾ വാക്യശുദ്ധി പഠിച്ചില്ലേ? അപ്പൊ ആ സെന്റൻസ് തെറ്റാണോ അല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് എന്നൊക്കെ പറയും. അപ്പൊ അറിയാനുള്ള
ആഗ്രഹം, എന്തെങ്കിലും അറിയാനുള്ള എന്താണ് ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ ജിജ്ഞാസയാണ്. അപ്പോൾ അറിയാനുള്ള ജിജ്ഞാസ എന്ന് വീണ്ടും നമുക്ക് പറയേണ്ട ആവശ്യമില്ല, അവിടെ നമ്മൾ വാക്യശുദ്ധിയിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ അറിയാനുള്ള ആഗ്രഹം എന്നാണ്. അറിയാൻ ആഗ്രഹമുള്ള ആളെ എന്ത് പറയും? ജിജ്ഞാസു എന്ന് പറഞ്ഞു. ഇവിടെ പിപാസു പിഭടിഷു ഒക്കെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അടുത്ത ചോദ്യമായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അതെല്ലാം ചോദിക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അറിയാൻ ആഗ്രഹമുള്ള ആളാണ് ജിജ്ഞാസു എന്ന് പറയുന്നത്. അറിയാനുള്ള ആഗ്രഹത്തെ ജിജ്ഞാസ എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഫലേച്ഛ കൂടാതെ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ഫലേച്ഛ കൂടാതെ, ഫലേച്ഛ കൂടാതെ എന്ന അർത്ഥം വരുന്ന പദമാണ് നിഷ്കാമം. എന്താണ്? നിഷ്കാമം. ഫലേച്ഛ കൂടാതെ എന്ന അർത്ഥം വരുന്ന പദമാണ് നിഷ്കാമം എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, പായ് കെട്ടാനുള്ള മരം. പായ് കെട്ടാനുള്ള മരം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പാമരം. പാമരമാണ് കേട്ടോ. പായ് കെട്ടാനുള്ള മരത്തെയാണ് പാമരം എന്ന് പറയുന്നത്, പാമരം. അടുത്തത്, എപ്പോഴും കൂടെ നടക്കുന്നയാൾ. എപ്പോഴും കൂടെ നടക്കുന്നയാൾ എല്ലാവർക്കും അറിയുന്നതാ, എന്താണ്? സന്തത സഹചാരി. സന്തത സഹചാരിയാണ്. എപ്പോഴും കൂടെ നടക്കുന്നയാളെ എന്താ പറയാ? സന്തത സഹചാരി. സഹചാരി, സന്തത സഹചാരി. സന്തതം എപ്പോഴും എന്നുള്ളത്, സഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ സന്തത സഹചാരി, എപ്പോഴും കൂടെ നടക്കുന്ന ആൾ. അടുത്ത ചോദ്യം, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദുർഗ്രഹം. എന്താണ്? ദുർഗ്രഹമാണ് കേട്ടോ. അപ്പൊ ഗ്രഹിക്കാൻ, ആ ഗ്രാ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ നോക്കിക്കേ, ഗ്രാഹ്യം, ഗതി, ഗൃഹം, അതൊന്നും അല്ല. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ദുർഗ്രഹം, മനസ്സിലായോ? അടുത്തത്, പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? പറയാൻ ഉദ്ദേശിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് വിവക്ഷിതം. വിവക്ഷിതം എന്ന് പറഞ്ഞാൽ എന്താണ്? പറയാൻ ഉദ്ദേശിച്ചത്. വിവക്ഷിതം എന്ന് പറഞ്ഞാൽ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്ത ചോദ്യം, പ്രതിഷ്ഠിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. പ്രതിഷ്ഠിക്കുന്നവൻ, പ്രതിഷ്ഠിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് പ്രതിഷ്ഠാപകൻ. എന്താണ്? പ്രതിഷ്ഠാപകൻ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിന്റെ ഒറ്റപ്പദമാണ് പ്രതിഷ്ഠാപകൻ. അടുത്തത്, ചെയ്യാനുള്ള ആഗ്രഹം. ചെയ്യാനുള്ള ആഗ്രഹത്തെ പറയുന്നതാണ് ചികീർഷ. അപ്പൊ ചെയ്യാൻ എന്നുള്ളതിന്റെ ചാ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത് അല്ലെ. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. നമ്മൾ നേരത്തെ പറഞ്ഞ ജിജ്ഞാസ അതെവിടെയുണ്ട്, ബാക്കി പിപാസയൊക്കെ നമ്മൾ ഇനി പറയും കേട്ടോ. അടുത്തത്, നീതിയെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം വരുന്ന പദം. നീതിയെ സംബന്ധിക്കുന്നത് എന്നത് നൈതികം ആണ്. നൈതികം. നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ നൈതികം എന്നൊക്കെ തരും, അപ്പോൾ ഇവിടെ ചുറ്റിക്കെട്ടൊന്നുമില്ല. നൈതികം, നീതിയെ സംബന്ധിക്കുന്നത് നൈതികമാണ്. നൈതികം. ഓക്കെ, നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. ന്യായശാസ്ത്രം പഠിച്ചവൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്ന് നമ്മൾ പറഞ്ഞു. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാ? ന്യായശാസ്ത്രം പഠിച്ചവൻ ന്യായാമികൻ ആണ്. ന്യായാമികൻ. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ എന്ന് നമ്മൾ പറഞ്ഞു. വൈയാകരണം. അപ്പൊ അവിടെ വൈ വന്നു. ഇവിടെ ന്യായശാസ്ത്രം അറിയുന്നവൻ ന്യായാമികൻ. അപ്പോൾ ഇവിടെ ന്യാ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? നൈ ആയിട്ട് മാറി. അവിടെ വ്യാകരണത്തിന്റെ വ്യാ പോയിട്ട് വൈ ആയിട്ട് മാറി. വ്യാകരണം അറിയുന്നവൻ വൈയാകരണൻ, ന്യായശാസ്ത്രം പഠിച്ചവൻ ന്യായാമികൻ. എന്താണ്? ന്യായാമികൻ. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ. പഠിക്കാൻ ആഗ്രഹമുള്ള ആളെയാണ് പിപഠിഷു എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഓപ്ഷൻ കണ്ടപ്പോൾ അത് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലെ. പഠിക്കാൻ ആഗ്രഹമുള്ള ആളെയാണ് പിപഠിഷു എന്ന് പറയുന്നത്. എന്താണ്? പിപഠിഷു. പിപഠിഷു എന്ന് പറഞ്ഞാൽ പഠിക്കുവാൻ ആഗ്രഹമുള്ള ആളാണ് പിപഠിഷു. പിപഠിഷു. അടുത്തത്, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ എന്താ പറയാ? പിപാസു. പിപാസു. അപ്പോൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപഠിഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപാസു, അറിയാൻ ആഗ്രഹിക്കുന്നവൻ ജിജ്ഞാസു. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അതേപോലെ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നയാളുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നയാളെ ദിദൃക്ഷു എന്നാണ് പറയാ. ദിദൃക്ഷു എല്ലാം ഊയിലാണ് അവസാനിക്കുന്നത് അല്ലെ. അറിയാൻ ആഗ്രഹിക്കുന്നയാള് ജിജ്ഞാസു, പഠിക്കാൻ ആഗ്രഹിക്കുന്നയാള് പിപഠിഷു, കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളെ പിപാസു എന്നാണ് പറയാ. കാണാൻ ആഗ്രഹിക്കുന്നയാൾ അതിനെ പറയുന്നത് എന്താണ്? ദിദൃക്ഷു, ദിദൃക്ഷു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ, കടക്കാൻ ആഗ്രഹിക്കുന്ന ആളെ പറയുന്നതാണ് തിതീർഷു. തിതീർഷു എന്ന് വെച്ചാൽ എന്താണ്? കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ. അതേപോലെ തന്നെ ജയിക്കാൻ ആഗ്രഹിക്കുന്നയാളുടെ ഒറ്റപ്പദം എന്താണ് എന്ന് ചോദിച്ചാൽ ജിഗീഷു ആണ് കേട്ടോ. ജിഗീഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്താ? ജിഗീഷു. ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ശ്രദ്ധയോടു കൂടിയവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ശ്രദ്ധയോടു കൂടിയവൻ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശ്രാദ്ധൻ എന്നാണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശ്രാദ്ധൻ, ശ്രദ്ധയോട് കൂടിയവൻ. ഓപ്ഷനിൽ ശ്രാദ്ധികൻ, ശ്രവിഷ്ടൻ, ശ്രാവിതൻ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധയോട് കൂടിയവനെ എന്താ പറയുന്നത്? ശ്രാദ്ധൻ എന്നാണ് പറയുന്നത്, ശ്രാദ്ധൻ. അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, റിപ്പീറ്റ് ആയിട്ട് ഇത് തന്നെ ചോദിക്കാറുണ്ട്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പിപഠിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപഠിഷു. അടുത്ത ചോദ്യം, കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ്? കാട്ടുമനുഷ്യൻ എന്നത് ഏതിൻ്റെ ഒറ്റപ്പദമാണ്? ഓപ്ഷൻ ഡി ആണ്, കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനെയാണ് കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത്. കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് കാട്ടുമനുഷ്യനാവില്ല. കാടുകൊണ്ട് ഉപജീവനം കഴിക്കുന്നത് കൊണ്ടും കാട്ടുമനുഷ്യനാവില്ല. കാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് കാട്ടുമനുഷ്യനാവോ? ഇല്ല. കാട്ടിൽ ജനിച്ച് കാട്ടിൽ തന്നെ വളരുന്ന മനുഷ്യനെയാണ് നമ്മൾ കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത്. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനെയാണ് കാട്ടുമനുഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒറ്റപ്പദമാക്കുക. പ്രഥമമായി ഗണിക്കേണ്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. പ്രഥമമായി ഗണിക്കേണ്ടവന്റെ ഒറ്റപ്പദമാണ് പ്രഥമ ഗണനീയൻ. ഗണനീയൻ ആണ് അല്ലെ, ഗണിക്കേണ്ടവൻ എന്നാണ്. സോ ഗണനീയൻ എന്നതാണ്. പ്രഥമ ഗണനൻ, പ്രഥമ ഗണക്കാരൻ, പ്രഥമ ഗണനീയം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രഥമമായി ഗണിക്കേണ്ടവൻ ആരാണ്? പ്രഥമ ഗണനീയൻ, പ്രഥമ ഗണനീയൻ. ഓക്കെ. അടുത്ത ചോദ്യം, കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥമുള്ള ഒറ്റപ്പദം നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു. ഏതാ? കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു, ദിദൃക്ഷു ട്ടോ, ദിദൃക്ഷു ആണ് കാണാൻ ആഗ്രഹിക്കുന്നവൻ. അടുത്ത ചോദ്യം, സൃഷ്ടി നടത്തുന്നവൻ ഒറ്റപ്പദമാക്കുമ്പോൾ, സൃഷ്ടി നടത്തുന്നവൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പദശുദ്ധി പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൃഷ്ടി എന്ന് നമ്മൾ എഴുതുമ്പോൾ അതേ ഇങ്ങനെ എഴുതും. പക്ഷേ സൃഷ്ടി നടത്തുന്നവനെ നമ്മൾ പറയുന്നത് എന്താ? സ്രഷ്ടാവ് എന്നാണ് അല്ലേ. സൃഷ്ടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ, പക്ഷെ സ്രഷ്ടാവ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സോ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഒന്ന് മാത്രം, സ്രഷ്ടാവ്. സൃഷ്ടി നടത്തുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? സ്രഷ്ടാവ്. ഇത് നമുക്ക് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്. അടുത്ത ചോദ്യം, അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? അപ്പൊ ഇതും നമുക്ക് എന്താ പദശുദ്ധിയുടെ ഭാഗത്ത് ചോദിക്കുന്നതാണ്. അതിഥിയെ സ്വീകരിക്കുന്നയാളുടെ ഒറ്റപ്പദമാണ് ആതിഥേയൻ അല്ലെ. നമ്മളിപ്പോൾ അതിഥി എന്ന് എഴുതുന്നത് എങ്ങനെയാണോ അതേ തായും ധായും തന്നെയാണ് ആതിഥേയൻ അതിലും വരുന്നത്. ഈ തായും ഈ ധായും തന്നെയാണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന അതിഥി ഒന്ന് നോക്കിയാൽ മതി, അതേ തായും ധായും ഉണ്ടോ? അതാണ് കറക്റ്റ്. കണ്ടോ, ബാക്കിയുള്ളിടത്തൊക്കെ വ്യത്യാസമാണ് കൊടുത്തിരിക്കുന്നത്. അതേ തായും ധായും വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി കൃത്യമായിട്ട് കിട്ടാൻ. ആതിഥേയൻ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദം. ക്ഷമിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് അക്ഷന്തവ്യം ആണ്. ഇവിടെ അസഹനീയം, അക്ഷമം, അക്ഷോഭ്യം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനായിട്ട് നമ്മൾ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉത്തരം എന്താ? ക്ഷമിക്കാൻ പറ്റാത്തത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അക്ഷന്തവ്യം. എന്താണ്? അക്ഷന്തവ്യം. അടുത്ത ചോദ്യം, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് പ്രേഷിതാവ്. പ്രേഷിതാവ്, പ്രേഷിതാവ് എന്നതാണ് അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. പ്രേഷിതാവ്, പ്രേഷിതാവ്. അടുത്ത ചോദ്യം,
ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. ചിലപ്പോൾ നമുക്ക് വിജയയാത്ര, വിജയാഘോഷം, ഘോഷയാത്ര എന്നൊക്കെ എഴുതാൻ തോന്നും. ഉത്തരം ജൈത്രയാത്രയാണ്. ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്രയാണ് എന്ത്? ജൈത്രയാത്ര. ജൈത്രയാത്ര. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്തത് ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം. ഗുരുവിന്റെ ഭാവം എന്താണ്? ഗൗരവം. സ്ഥിരം ചോദ്യമാണ്. ഗുരുവിന്റെ ഭാവം എന്താണ്? ഗൗരവം. ഒറ്റപ്പദം. ഗുരുവിന്റെ ഭാവം എന്നതിന്റെ ഒറ്റപ്പദമാണ് ഗൗരവം. അടുത്ത ചോദ്യം, ആർഷം എന്ന ഒറ്റപ്പദത്തിന് അനുയോജ്യമായ ആശയം. ആർഷം എന്നാൽ എന്താ? ഋഷിയെ സംബന്ധിച്ചത്. സ്ഥിരം ചോദ്യമാണ്. ഋഷിയെ സംബന്ധിച്ചത് എന്നതിനെയാണ് ആർഷം എന്ന് പറയുന്നത്. ഋഷിയെ സംബന്ധിച്ചത് എന്താണ്? ആർഷം. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ് ലോകത്തെ സംബന്ധിച്ചത്. ലോകത്തെ സംബന്ധിച്ചത് എന്നതിനെ നമ്മൾ പറയുന്നത് ലൗകികം. ലൗകികം എന്നാണ് പറയുന്നത്. അതേപോലെ ഉൽപ്പത്തിയെ സംബന്ധിച്ചത്. ഉൽപ്പത്തിയെ സംബന്ധിച്ചതിനെയാണ് നമ്മൾ ഔൽപത്തിക എന്ന് പറയാ. ഔൽപത്തിക. ഉൽപ്പത്തിയെ സംബന്ധിച്ചത് ഔൽപത്തിക. ലോകത്തെ സംബന്ധിച്ചത് ലൗകികം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. ഓക്കെ. അടുത്തത്, ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നതിന് തുല്യമായ പദം കണ്ടെത്തി എഴുതുക. ഭർത്തൃനിഷ്ഠയുള്ളവളെയാണ് നമ്മൾ പതിവ്രത എന്ന് പറയുന്നത്. പതിവ്രത. ചിലപ്പോൾ നമുക്ക് ഓപ്ഷനിൽ പതിവ്രത എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നമുക്കിത് പദശുദ്ധിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ ഭർത്തൃനിഷ്ഠയുള്ളവളെ പറയുന്നതാണ് പതിവ്രത. വ്രത. പതിക്ക് വേണ്ടി വ്രതം നോൽക്കുന്നവൾ എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. പതിവ്രത. ഓക്കെ. അടുത്തത്, ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക. ഒറ്റയായ പദമാണ് അല്ലേ? ഒറ്റപ്പദമാണെന്ന് വിചാരിച്ചെടുത്തതാണേ ഉത്തരം. ഓക്കെ, നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്തത്, കഥയുടെ പ്രധാനമായ അംശം. ഒറ്റപ്പദം ഏത്? ഇവിടെ നോക്കുക. കഥയുടെ പ്രധാന അംശം. കഥയുടെ പ്രധാന അംശം. കഥയുടെ പ്രധാന അംശം എന്നതിൻ്റെ ഒറ്റപ്പദം. ഉത്തരം ഓപ്ഷൻ സി ആണ്. രണ്ടു മാത്രം ശരിയാണ്. ഏതാണ്? കഥാസാരം അല്ലെ? കഥയുടെ അംശം എന്ന് പറയുന്നത് ഏതാണ്? കഥാസാരം. അത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. കഥയുടെ പ്രധാന അംശത്തെയാണ് നമ്മൾ കഥാസാരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കാണാൻ ആഗ്രഹിക്കുന്നയാൾ എന്ന അർത്ഥം വരുന്ന ഒറ്റപ്പദം. വീണ്ടും റിപ്പീറ്റ് ചോദിച്ചു. കാണാൻ ആഗ്രഹിക്കുന്നയാളെയാണ് ദിദൃക്ഷു എന്ന് പറയാം. അപ്പൊ നമുക്ക് ദൃഷ്ടി ഒക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിദൃക്ഷു എന്ന് കിട്ടും. ബാക്കി നോക്കിക്കേ, ബുഭുക്ഷു, മുമുക്ഷു, പിബാസു എന്നൊക്കെയാണ്. സോ കാണാൻ ആഗ്രഹിക്കുന്നയാള് ദിദൃക്ഷു. ദിദൃക്ഷു. അടുത്തത്, ജാമാതാവ്. ജാമാതാവ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ഭാര്യാമാതാവ്, ഭർത്തൃമാതാവ് എന്നൊക്കെ എഴുതാനുള്ള ചാൻസ് ഉണ്ട്. ജാമാതാവ് എന്ന് വെച്ചാൽ മരുമകനാണ് കേട്ടോ. മകളുടെ ഭർത്താവ്. മകളുടെ ഭർത്താവ് അല്ലെങ്കിൽ മരുമകനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ജാമാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി, തെറ്റിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഓർത്താൽ മതി. ഈ മരുമകന്മാരൊക്കെ വരുന്ന സമയത്തെ ഈ അമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക എന്താണ് ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് അല്ലെ? അവർ വരുന്ന സമയത്ത് പ്രത്യേകമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ മരുമകൻ പ്രത്യേകമായിട്ട് വരുന്ന സമയത്ത് മാതാവ് ജാമൊക്കെ നൽകും എന്നുള്ള രീതിയിലൊക്കെ ജസ്റ്റ് ഓർത്താൽ മതി കേട്ടോ. മരുമകന് പ്രത്യേകമായിട്ട് ജാമാതാവ്. ഓക്കെ, മരുമകന് സ്പെഷ്യലായിട്ട് ജാമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും അല്ലേ അമ്മമാർ? അങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ജാമാതാവ് മരുമകൻ, മകളുടെ ഭർത്താവ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് ചോദിക്കുന്നതാണ് സ്യാലൻ. സ്യാലൻ എന്നത് എന്തിന്റെ ഒറ്റപ്പദമാണ്? സ്യാലൻ സഹോദരിയുടെ ഭർത്താവ്, അളിയൻ എന്നൊക്കെ പറയില്ലേ? സഹോദരിയുടെ ഭർത്താവിന്റെ ഒറ്റപ്പദമാണ് സ്യാലൻ എന്ന് പറയുന്നത് കേട്ടോ. സ്യാലൻ. സ്യാലൻ സഹോദരിയുടെ ഭർത്താവ്. ഓക്കെ. അതുപോലെ തന്നെ പൗത്രൻ ഉണ്ട്. പൗത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? പുത്രന്റെ പുത്രൻ, പേരക്കുട്ടി എന്നൊക്കെ പറയില്ലേ? പുത്രന്റെ പുത്രനെയാണ് പൗത്രൻ എന്ന് പറയാ. പൗത്രൻ. പുത്രന്റെ പുത്രൻ, പൗത്രൻ. അതുപോലെ സ്നുഷ. സ്നുഷ ചോദിക്കാറുണ്ട്. സ്നുഷ ആരാ? പുത്രന്റെ ഭാര്യ. പുത്രന്റെ ഭാര്യ, മരുമകൾ. ഓക്കെ, പുത്രന്റെ ഭാര്യ. ഇവിടെ മരുമകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മരുമകളെയാണ് എന്തെന്ന് പറയാ? സ്നുഷ എന്ന് പറയാം. സ്നുഷ എന്ന് പറഞ്ഞാൽ പുത്രന്റെ ഭാര്യ അല്ലെങ്കിൽ മരുമകൾ. പുത്രന്റെ പുത്രനാണെങ്കിൽ അത് പൗത്രൻ. സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ അത് സ്യാലൻ ആണ്. സ്യാലൻ. ഓക്കെ. ഇനി അടുത്തത്, ഋഷികളെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം. ഋഷികളെ സംബന്ധിച്ചത് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞു. എന്താ? ആർഷം അല്ലെ? ആർഷം അല്ലെങ്കിൽ ആർഷ. ആർഷം. അതാണ് ഋഷികളെ സംബന്ധിച്ചത്.
അടുത്ത ചോദ്യം, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ നമ്മൾ കണ്ടു അല്ലേ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ എന്താ പറയാ, ജിജ്ഞാസു. അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ, അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു പുത്രന്റെ പുത്രൻ പൗത്രൻ അല്ലേ, അതേപോലെ വീരസേനന്റെ പുത്രൻ ചോദിക്കാറുണ്ട് കേട്ടോ. വീരസേനന്റെ പുത്രൻ, വീരസേനന്റെ പുത്രനെയാണ് എന്തെന്ന് പറയാ, വൈരസേനി. വൈരസേനി PYQ ആണ്. വൈരസേനി എന്ന് പറഞ്ഞാൽ വീരസേനന്റെ പുത്രനാണ്. അതേപോലെ തന്നെ ചോദിക്കാറുണ്ട് ദാശരഥി, എന്താ, ദശരഥന്റെ പുത്രൻ. ദശരഥന്റെ പുത്രനെ പറയുന്ന പേരാണ് ദാശരഥി. ദാശരഥി എന്ന് പറയുന്നത്. ഇനി ഉണർന്നിരിക്കുന്ന അവസ്ഥ, ഉണർന്നിരിക്കുന്ന അവസ്ഥയെ പറയുന്ന പേര്, ഉണർന്നിരിക്കുന്ന അവസ്ഥയുടെ ഒറ്റപ്പദമാണ് ജാഗരണം അല്ലെങ്കിൽ ജാഗരം ട്ടോ. ജാഗരം നമ്മൾ പറയില്ലേ, ജാഗരൂകരായിരിക്കുക, എന്താണ്, ഉണർന്നിരിക്കുക അല്ലെ. ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ജാഗരം എന്ന് പറയുന്നത്. ദെൻ കർമ്മങ്ങളിൽ മുഴുകിയവനെ എന്താ പറയാ, കർമ്മങ്ങളിൽ മുഴുകിയവൻ. കർമ്മങ്ങളിൽ മുഴുകിയവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് കർമ്മനിരതൻ. കർമ്മനിരതൻ എന്നതാണ് കർമ്മങ്ങളിൽ മുഴുകിയവൻ, കർമ്മനിരതൻ. ഇനി സേവിക്കപ്പെട്ടവൻ. സേവിക്കപ്പെട്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് അനുസേവ്യൻ. അനുസേവ്യൻ. അനുസേവ്യൻ എന്നുള്ളതാണ് സേവിക്കപ്പെട്ടവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. ദിക്കുകളെ ജയിക്കൽ, അതിൻ്റെ ഒറ്റപ്പദം ചോദിക്കാറുണ്ട്. ദിക്കുകളെ ജയിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ദിഗ്വിജയം. ഓക്കെ, ദിഗ്വിജയം എന്നതാണ് ദിക്കുകളെ ജയിക്കൽ എന്നതിൻ്റെ ഒറ്റപ്പദം, ദിഗ്വിജയം. ഇനി ചോദ്യം ചോദിക്കുന്നവനെ എന്താ പറയാ, ചോദ്യം ചോദിക്കുന്നവനെ പറയുന്ന പേരാണ് പ്രാശ്നികൻ. പ്രശ്നം അല്ലെ, ചോദ്യം എന്ന് പറയുന്ന പ്രശ്നമാണ്. പ്രശ്നം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നവനെ നമ്മൾ പറയുന്ന പേരാ പ്രാശ്നികൻ എന്നാണ് പറയാ, പ്രാശ്നികൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ധാരാളമായി സംസാരിക്കുക എന്നതിൻ്റെ ഒറ്റപ്പദം. ധാരാളമായി സംസാരിക്കുക. ധാരാളമായി സംസാരിക്കുക എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്, വാചാലത അല്ലേ. ഭയങ്കര വാചാലനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ധാരാളമായി സംസാരിക്കുന്നതിനെയാണ് വാചാലത എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്, PYQ ആണ്. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റ് ആയിട്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ നിന്നും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ പഠിക്കുക. കൂടാതെ നമ്മളിപ്പോൾ ക്ലാസ്സുകളെല്ലാം ടോപ്പിക് വൈസ് എടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ PYQ വെച്ചിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെയ്യും കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് സിലബസ് പ്രകാരമുള്ള ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് PYQs ആണ് എടുത്തത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ അടുത്ത ടോപ്പിക്കിൻ്റെ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്